ഇനി മറ്റു വാർത്തകളിലേക്ക്. സ്കൂൾ സമയമാറ്റത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് ഗവൺമെന്റിനെ വിരട്ടുന്നത് ശരിയല്ല. സമയം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവർ അവരുടെ ആവശ്യങ്ങൾക്ക് സമയം ക്രമീകരിക്കണം. അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ സമയമാറ്റം അംഗീകരിച്ചതാണ്. അതിലൊരു മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അതിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചന നടത്തിയിട്ടില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 37 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഇപ്പോൾ അടുത്തുള്ള കണക്കിൽ വന്നിട്ടുണ്ട്. ആ 37 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഈ സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ, ആവശ്യത്തിന് വേണ്ടി സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഒരു പ്രത്യേക സമൂഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെ വിരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയായിട്ട് ലിജോ റോളൻസ് വിശദാംശം നൽകും. ലിജോ, ഇന്നലെ ഇ.കെ. വിഭാഗം സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു എന്ന മുന്നറിയിപ്പ് ഇന്നലെ നൽകുന്നു. ഇന്ന് എ.പി. വിഭാഗം സമസ്തയും എതിർപ്പുമായി രംഗത്ത് വരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. എതിർക്കുന്നവർക്ക് എതിർക്കാം, പക്ഷേ സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകും. എങ്ങനെ കാണാം അദ്ദേഹത്തിന്റെ വാക്കുകളെ? സൈഫുദ്ദീനെ, സ്കൂൾ സമയം പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഈ സമസ്തയുടെ വിവിധ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. പക്ഷെ ആ എതിർപ്പുകളെ ഒന്നും വകവയ്ക്കുന്നില്ല എന്നുള്ള കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. കൊല്ലത്തിൽ സ്കൂൾ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്തിയ സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞത്. കൃത്യമായി അതെങ്ങനെയാണ് പറയുന്നത്? വിദഗ്ധ സമിതി അംഗീകരിച്ച ഒരു സമയക്രമം, അതിനനുസരിച്ച് തയ്യാറാക്കിയ ഒരു ടൈം ടേബിൾ ആണുള്ളത്. അത് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൃത്യമായി അംഗീകരിച്ചതാണ്. അതിനൊരു മാറ്റം പെട്ടെന്ന് വരുത്തുന്നതിനെ കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നത് പോലും ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനാണ് പ്രധാന പ്രാധാന്യം നൽകുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗജന്യം ചെയ്തു കൊടുത്തുകൊണ്ട് അതിന് വിട്ടുവീഴ്ച ചെയ്യാനായി സർക്കാർ തയ്യാറാകുന്നില്ല, അതിന് തയ്യാറാവുകയുമില്ല. മാത്രമല്ല, ഇത്തരത്തിൽ സമയം പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സമയം പുനഃക്രമീകരിക്കട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, സർക്കാരിന് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ മാത്രം പേര് പറഞ്ഞുകൊണ്ട് സമയം ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ വിരട്ടുന്ന ഒരു നിലപാട് ശരിയല്ലെന്നും അതൊരു കാരണവശാലും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതായത് സമയം ഇപ്പോൾ മാറ്റിയിരിക്കുന്ന സമയ പുനഃക്രമീകരണത്തെ കുറിച്ച് ഒരു വിചിന്തനത്തിന് സർക്കാർ തയ്യാറല്ല എന്നുള്ള ഒരു കൃത്യമായ നിലപാട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രതിഷേധമുയർത്തുന്ന സമസ്തയുടെ വിവിധ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എന്താണ് ഇതിനൊരു മറുപടി വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കിക്കാണേണ്ടത്. സൈഫുദ്ദീൻ. ശരി ലിജോ.